പാലത്തിൻ്റെ കമ്പിയിൽ പ്രൈമർ അടിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള പ്രയോഗത്തിലെ പരിഹാസവും പുച്ഛവും ഒക്കെ അതിനെ ഞാൻ ആ നിലയിൽ കാണുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ എന്താ സംഭവം? എന്തുകൊണ്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെട്ടത്? അത് മറച്ചു വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പാലത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടാനുള്ള കാരണം രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, നടന്ന നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ നിയമക്കുരുക്കുകൾ വന്നു, കേസുണ്ടായി. രണ്ടാമത്തേത്, പാലത്തിന് ആവശ്യമായിട്ടുള്ള അപ്രോച്ച് റോഡ് അതിന് സ്ഥലമേറ്റെടുത്തിരുന്നില്ല. ആ സ്ഥലമേറ്റെടുക്കാൻ വേണ്ടി മാത്രം പുതുതായി പണം കണ്ടെത്തി. 152 ഉടമകളിൽ നിന്നാണ്, വസ്തു ഉടമകളിൽ നിന്നാണ് സ്ഥലം ഏറ്റെടുത്തത്. പിന്നെ എന്താ, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ്. ഈ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന പാതയിലെ വാട്ടർ അതോറിറ്റി, KSEB ഇതിൻ്റെ എല്ലാം ഷിഫ്റ്റിങ്ങിന് പണം വേണം. അതൊന്നും ഉണ്ടായിരുന്നില്ല. 9.12 കോടിക്കണക്കിന് രൂപയാണ് ഈ സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും അധികമായി അനുവദിപ്പിച്ചു. അത് പൂർത്തിയാക്കി. 22 കോടിയാണ് ഇതിൽ സിവിൽ വർക്ക് വരുന്നത്. ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ചു. പാലത്തിൻ്റെ നിർമ്മാണം, വേണമെങ്കിൽ രേഖകൾ പരിശോധിക്കാം. ആദ്യത്തെ ടെൻഡർ കഴിഞ്ഞ മാർച്ചിലാണ് ആദ്യത്തെ ടെൻഡർ ക്ഷണിക്കുന്നത്. അതിന് ആരും തയ്യാറായി വന്നില്ല. കഴിഞ്ഞ 5-ാം മാസത്തിൽ മൂന്നാമത്തെ ടെൻഡർ വന്നു. പക്ഷേ അത് എബോവാണ്, കഴിഞ്ഞ റേറ്റിലാണ്. എബോവ് 40% എബോവാണ്. 40% എബോവ് വരുന്നൊരു ടെൻഡറിന് മന്ത്രിസഭയുടെ അനുമതി വേണം. ആ മന്ത്രിസഭാ അനുമതി ലഭിക്കുന്നതിന് വേണ്ട പരിഗണന എത്തുമ്പോഴാണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തീർച്ചയായും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ മന്ത്രിസഭയുടെ അനുമതിയോടുകൂടി 4ാമത്തെ ടെൻഡർ, ആ ടെൻഡറിന് അനുമതി മന്ത്രിസഭ നൽകിയാൽ പാലത്തിൻ്റെ നിർമ്മാണം ഫെബ്രുവരിയിൽ തന്നെ ആരംഭിക്കാൻ കഴിയും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്.